നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരനാഥനെ സകല മാലാഖമാരോടൊപ്പം അല്പസമയം പാടി ദൈവത്തെ ശക്തമായിട്ട് സ്തുതിച്ച് ആരാധിക്കുകയാണ്. നമുക്ക് ആരാധിക്കാം. ഏകസത്യ ദൈവമായ യേശുക്രിസ്തുവിനെ അവൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ സമയത്ത് ലോകത്ത് എവിടെയാണെങ്കിലും ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ പ്രകടമാകും. എവിടെയാണെങ്കിലും കൈയടിച്ച് ഈ ടീമിനോട് ചേർന്ന് എല്ലാ സ്ഥലങ്ങളിലുള്ളവർ ഒന്നിച്ച് ആരാധിക്കട്ടെ. ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ സൗഖ്യമുണ്ട്, ആരാധനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. നീ ഒരു ഒറ്റയ്ക്കായിരിക്കാം, ലോഡ്ജിലെ മുറിയിലായിരിക്കാം, ഒരു ഭവനത്തിൽ പലരും കൂടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ വിദേശത്ത് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഏകാന്തതയിലായിരിക്കാം. ഭയപ്പെടേണ്ട, യേശു നിന്റെ കൂടെയുണ്ട്. യേശു ഉള്ളടുത്ത് പരിശുദ്ധ അമ്മയുണ്ട്, സകല വിശുദ്ധരും മാലാഖമാരുമുണ്ട്, മരിച്ചുപോയ വിശുദ്ധരായ പുണ്യാത്മാക്കളുണ്ട്. അവരോടെല്ലാം ചേർന്ന് കൈയടിച്ച് ഒന്നിച്ച് ദിവികാരനാഥനെ പാടി സ്തുതിച്ച് ആരാധിക്കാം. നന്നായിട്ട് കൈയടിച്ച് ശക്തിയോടെ ആരാധിക്കുക. കൈയടിച്ച് ആരാധിച്ചപ്പോ അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ ആരാധിച്ചപ്പോ അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ കഷ്ടതയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ കഷ്ടതയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം,
നല്ലതുപോലെ ആരാധിക്കുവാൻ നിന്റെ പൂർണ്ണ ശക്തിയും പൂർണ്ണ ശബ്ദവും പൂർണ്ണമായ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ദിവികാരനാഥനെ എവിടെയാണെങ്കിൽ നമുക്ക് ഒത്തുചേർന്ന് ആരാധിക്കാം. ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാണ്, പുതിയ സൃഷ്ടിയാക്കുന്ന രാത്രിയാണ്, നിന്റെ ജീവിതം രൂപാന്തരപ്പെടുത്തുകയാണ്. ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മവിശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മവിശക്തിയോട് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ വീശി ഹല്ലേലൂയ 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 കൈകളെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഇന്നും ജീവിക്കുന്ന ഏകസത്യ ദൈവമേ, എന്റെ രക്ഷക, ലോകരക്ഷക, ഏകരക്ഷക, അങ്ങയെ ഞാൻ എന്റെ ഹൃദയത്തിന്റെ നാഥനായി, രക്ഷകനായി, രാജാതി രാജാവായി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും പാപ സ്വഭാവങ്ങളെയും ഞാൻ പൂർണ്ണമായി വെറുത്തുപേക്ഷിക്കുന്നു. എന്റെ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. എന്റെ ദൈവമേ, അങ്ങയുടെ പുത്രനായ എന്റെ രക്ഷകനായ, ലോകരക്ഷകനായ, ഏകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളെ എല്ലാവരെയും പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതം ഈ ലോകത്തിന്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം, നിവർന്നിരിക്കാം. ഈശോയുടെ മുമ്പിൽ ആ ദിവികാരനാഥനെ നോക്കുക. ഈശോ പ്രകാരം പറഞ്ഞു, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ നമ്മൾ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ കണ്ടു, ആരെല്ലാം യേശുവിനെ കണ്ടോ, യേശു ആരെയെല്ലാം കണ്ടുമുട്ടിയോ, അവരുടെയെല്ലാം ജീവിതം രൂപാന്തരപ്പെട്ടു. ഈ പുതുവർഷത്തിൽ ദൈവം ഇതാ നിന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. നിൻ്റെ ജീവിതം മണവറയിൽ നിന്ന് മണവാളൻ എന്നതുപോലെ സൂര്യൻ പുറത്തു വരുന്നു. അവൻ മല്ലനെ പോലെ പ്രസന്നതയോടെ ഓട്ടം തുടങ്ങുന്നു. ഈ പുതുവർഷത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ വീണ്ടും നീ ജനിക്കണം. ഒരു വർഷങ്ങൾക്ക് മുമ്പ് നീ വീണ്ടും അനുഭവം സ്വന്തമാക്കിയായിരിക്കാം. അന്ന് നിൻ്റെ ഹൃദയം ശിലാഹൃദയം യേശു മാംസല ഹൃദയമാക്കി.
എന്നാൽ ജീവിതയാത്രയിൽ ആത്മാവിനോട് സഹകരിക്കാതിരുന്നപ്പോൾ നിന്റെ മാംസള ഹൃദയം വീണ്ടും ശിലാഹൃദയമായിട്ടുണ്ടായിരിക്കാം. ഭയപ്പെടേണ്ട. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. നിറകണ്ണുകളോടെ നിന്റെ ആത്മാവിനെ സമർപ്പിക്കാം. ഒരുപക്ഷെ നീ ഇതുവരെയും യേശുവിനെ കണ്ടുമുട്ടാത്ത വ്യക്തിയായിരിക്കാം. ആദ്യമായിട്ടായിരിക്കാം നൈറ്റ് വിജിലിൽ നീ പങ്കെടുത്ത് ഒരു പ്രാർത്ഥനയിൽ കൂടുന്നത്. നിനക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. പേടിക്കണ്ട. സാവൂളിനെ പൗലോസാക്കിയ ഈശോനാഥൻ, ഇതാ ദിവ്യകാരുടെ നാഥൻ നിന്റെ അടുക്കലേക്ക്, നിന്റെ മുറിയിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക് വരുന്നു. നീ ഈ ലോകത്ത് എവിടെയാണെങ്കിലും നിന്റെ അടുക്കലേക്ക് അവൻ വരികയാണ്. ആരെല്ലാം ഹൃദയം തുറന്ന് നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നു, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയാണ്. ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ വിശുദ്ധിയുടെ മേഖലയിൽ നമുക്ക് വളർച്ചയില്ല. നമ്മൾ പാപത്തിൽ ഇപ്പോഴും അടിമപ്പെടുന്നു. ഒത്തിരിയേറെ തിന്മകൾക്ക് അടിമപ്പെടുന്നു. ഒരുപക്ഷെ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു പോകുന്നു. ഉള്ളിൽ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ തീരുമാനിച്ചിരുന്നു ഈ വർഷം ഈ തിന്മകൾക്കൊന്നും അടിമപ്പെടുത്തില്ലെന്ന്. പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചു. സാരമില്ല പ്രിയപ്പെട്ടവരെ, നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുക. ആരെല്ലാം പാപികൾ യേശുവിൻ്റെ അടുക്കൽ വന്നോ അവരെല്ലാം യേശു പുതുതാക്കി മാറ്റി. പാപിനിയായ സ്ത്രീ, അവളുടെ ജീവിതം യേശു രൂപാന്തരപ്പെടുത്തി. സാവൂളിനെ പൗലോസാക്കി. സമരിയാക്കാർ സ്ത്രീ ദേശത്തിന് മുഴുവൻ പാപം വിതരണം ചെയ്ത വ്യക്തിയാണ്. തിന്മ അനേകരെ 6-ാം പ്രമാണം ലംഘിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി. പക്ഷെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൾ ദേശത്തിന് അനുഗ്രഹമായി തീർന്നു. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ സാവൂൾ ലോകത്തിന് അനുഗ്രഹമായി തീർന്നു. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ പാപിനിയായ സ്ത്രീ അനുഗ്രഹമായിട്ട് മാറി. ഇതാ ഇപ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ആത്മാവിന് ദുഷിച്ച അവസ്ഥ എത്രമാത്രം അതപ്പറിച്ചതായിക്കൊള്ളട്ടെ. ഒരുപക്ഷെ തിരിച്ചു വരാനാവാത്തവണ്ണം നീ അത്ര ബലഹീനമായിരിക്കാം. ഭയപ്പെടേണ്ട. നീ ഈ രടിയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. യേശു തൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, ദിവ്യകാരുണ്യം പുറപ്പെടുന്ന ശക്തിയാൽ നിന്റെ ജീവിതത്തെ ഇപ്പോൾ ഈ സമയം രൂപാന്തരപ്പെടുത്തുന്നു. ഒന്ന് ചീരടി പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, നിന്നാസരിൽ നീ നിറയൂ. ചേർന്ന് പാടാം. ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, നിന്നാസരിൽ നീ നിറയൂ. ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, നിന്നാസരിൽ നീ നിറയൂ. അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ, പരിശുദ്ധാത്മാവേ. അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ, പരിശുദ്ധാത്മാവേ. അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ, പരിശുദ്ധാത്മാവേ. ഒരുപക്ഷെ ഈ പുതുവർഷത്തിൽ നിന്റെ മനസ്സൊത്തിരിയേറെ ദുഃഖം നിറഞ്ഞായിരിക്കാം. ഈശോയുടെ മുമ്പിൽ തുറന്നു വെക്കുക. നിറകണ്ണുകളോട് അവൻ്റെ മുഖത്തേക്ക് നോക്കുക. ഈശോ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തിൽ നീ നിൻ്റെ ജീവിതം വിലയിരുത്തുമ്പോൾ നിനക്ക് ഒത്തിരിയേറെ പരാജയങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, മാറാത്ത അസ്വസ്ഥതകൾ, ചില ദുഃഖങ്ങൾ, വലിയ കടഭാരങ്ങൾ. നിറകണ്ണുകളോട് നീ ചുറ്റും നോക്കുന്നു. നിന്നെ സഹായിപ്പാൻ ആരുമില്ല, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ. ഒരുപക്ഷെ നീ കുഷ്ഠരോഗിയുടെ അവസ്ഥയിലായിരിക്കാം. എല്ലാവരാലും വെറുക്കപ്പെട്ടു. നീ കടം ചോദിക്കുന്നത് കൊണ്ട് ആര് നിന്നോട് വിളിക്കുന്നില്ല, ഫോൺ പോലും വിളിക്കുന്നില്ല. നീ വിളിച്ചാൽ പോലും ആരും എടുക്കുന്നില്ല. നീ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം. നിന്റെ ദുഃഖം ആരോടും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നീ ആ പിശാച് ബാധിതനെ പോലെ ആയിരിക്കാം. വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നെല്ലാം മാറ്റപ്പെട്ട് ഏകാന്തതയിൽ കഴിയുന്നു.
മോളെ നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ അടുക്കലേക്ക് ഇതാ ഈശോ വരുന്നു. ആ ദുഃഖം നിറഞ്ഞ വേദന നിറഞ്ഞ വ്യക്തി അടുക്കലേക്ക് ഈശോ വന്നു. അവൻ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി പിശാച് ബാധിതനെ അവിടുന്ന് മോചിപ്പിച്ചു. രണ്ടുപേരോട് പറഞ്ഞു, നീ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുവാൻ. കുഷ്ഠരോഗിയോട് പറഞ്ഞു, നീ പുരോഹിതനെ കാണിച്ചു കൊടുക്കുക. നഷ്ടപ്പെട്ട അന്തസ്സും അഭിമാനവും വീണ്ടെടുക്കുവാൻ ദൈവം കൃപ കൊടുക്കുന്നു. നല്ലവ മാനസിക രോഗിയോട് പിശാച് ബാധിതനോട് പറഞ്ഞു, വീട്ടിലേക്ക് പോവുക. നിന്റെ പ്രിയപ്പെട്ടവർ അനേക വർഷങ്ങളായിട്ട് കണ്ണുനീര് കുടിക്കുകയാണ്. ഇതാ നിന്നെ അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ഉറ്റവരെക്കുറിച്ചുള്ള വേദനകൾ, മക്കളെക്കുറിച്ചുള്ള വേദനകൾ, ജീവിത പങ്കാളിയെക്കുറിച്ച് വേദനകൾ എല്ലാം സമർപ്പിക്കാം. ഒരുപക്ഷെ മക്കളുടെ വിവാഹപ്രായമായി സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുന്നു, മക്കൾക്ക് ജോലിയില്ലാത്ത അവസ്ഥ, എല്ലാം സമർപ്പിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും ദീപികാന്റെ പക്കലേക്ക് വലതു കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട്, ഈശോയെ എൻ്റെ കുഞ്ഞു മനസ്സിലേക്ക് വരണമേ, സൗഖ്യം തരണമേ, എൻ്റെ മനസ്സിൻ്റെ നവീകരണം വഴി എൻ്റെ മനസ്സിനെ നീ ബലപ്പെടുത്തണമേ എന്ന് നിറകണ്ണുകളോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നോവും മനസ്സിൽ സൗഖ്യമേകാൻ വരുമോ നീ ദേവാ? കനിവിൻ ഉറവ യേശുനാഥാ, വരുമോ നീ എൻ ഹൃത്തിൽ? തരുമോ നീ സൗഖ്യം? നോവും മനസ്സിൽ സൗഖ്യമേകാൻ വരുമോ നീ ദേവാ? കനിവിൻ ഉറവ യേശുനാഥാ, വരുമോ നീ എൻ ഹൃത്തിൽ? തരുമോ നീ സൗഖ്യം? തരുമോ നീ സൗഖ്യം? തരുമോ നീ സൗഖ്യം? വീണ്ടും നമുക്ക് നമ്മുടെ ശാരീരികമായ എല്ലാ രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏതാനും സമയം മുമ്പ് നിങ്ങൾ കേട്ടു, ഇതുപോലെ നൈറ്റ് വിജിലിൽ നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ച അനേക കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് യേശു ശാരീരിക സൗഖ്യം നൽകി. ഇതായി സമയം നിങ്ങൾക്ക് ശരീരത്തിന് ഈശോ സൗഖ്യം തരികയാണ്. നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. കൈകൾ വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗത്ത് കൈകൾ വെക്കുക. ഒരുപക്ഷെ ഈ സമയത്ത് ആശുപത്രിയിൽ നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ദിവികാൻ സന്നിധിയിലേക്ക് നോക്കുക. അവനെ നോക്കിയവർ പ്രകാശിതരായി. അവൻ്റെ അടുക്കൽ വന്ന എല്ലാ രോഗികളെയും അവൻ സുഖപ്പെടുത്തി. ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ശരീരത്തെ ബലപ്പെടുത്തുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ വരുന്നത് ഡോക്ടർ പറഞ്ഞ വാക്കുകളാണ്, ഇനി രക്ഷയില്ല, അല്ലെങ്കിൽ വലിയ സമ്പത്ത് മുടക്കി വലിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ എന്ത് പറഞ്ഞോട്ടെ, അതിൻ്റെ മേൽ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് ഒരു ദൈവം. നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് വലതു കൈ വെക്കാമെങ്കിൽ വിശ്വാസത്തോടെ വെക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും ഈ രോഗശാന്തി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് രോഗികളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആ രോഗികളുടെ അവർക്ക് കടുപ്പ് രോഗിയായിരിക്കാം, നിറകണ്ണുകളോടെ വിശ്വാസത്തോടെ ആ രോഗികളുടെ മേൽ കൈകൾ വെക്കുക. ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവൾ സുഖം പ്രാപിക്കും. ഈ രാത്രി, ഈ പുതുവർഷത്തിൽ സൗഖ്യത്തിൻ്റെ വർഷമാണ്. എല്ലാ രോഗികളും, മാറാരോഗികൾ, അല്ല കിടപ്പ് രോഗികൾ, നിങ്ങളുടെ ഈ വിശ്വാസം ഇപ്പോൾ പറയുക, മനസ്സുകൊണ്ട് പറയുക, ഈശോയെ ഞാൻ സുഖപ്പെടുത്തുമ്പോൾ എൻ്റെ മിച്ചമുള്ള ജീവിതം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കും. ആത്മാക്കളെ നേടും. നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. ഒരുപക്ഷെ നാളെ മാരകമായ ഒരു ഓപ്പറേഷൻ നീ തയ്യാറെടുക്കുകയായിരിക്കാം. ഭയപ്പെടരുത്. യേശുവിൻ്റെ കരമാണ് വെച്ചിരിക്കുന്നത്. നിന്റെ കരത്തിലൂടെ യേശു പ്രവർത്തിക്കുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൻ്റെ കൃപ പ്രകടമാക്കും, തൻ്റെ ശക്തി പ്രകടമാക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ചേർന്ന്
ഒരുമിച്ച് ഈരടി പാടി കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ശരീരത്തിൽ ഇപ്പോൾ തന്നെ നിവൃത്തിപ്പെടട്ടെ, അനുഭവപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈരടി പാടി നമുക്ക് പ്രാർത്ഥിക്കാം. സുഖമാക്കണേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ, 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 ഈശോയെ സുഖമാക്കണേ, 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 ഈശോയെ സുഖമാക്കണേ. വീണ്ടും ആ കൈകൾ അവിടെ തന്നെ ഒരിക്കൽ കൂടി ഈരടി പാടി അവിടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ കുറേ നൈറ്റ് വിജിലായിട്ട് പ്രാർത്ഥിക്കുന്നു. മാറ്റമില്ലാത്തത് കൊണ്ട് നിരാശപ്പെട്ടിരിക്കാൻ ഭയപ്പെടരുത്. വചനത്തിലൂടെ കടന്നു പോയപ്പോൾ ഈശോ പറഞ്ഞു, ആ ലാസറിൻ്റെ വീട്ടിൽ അവർ ആഗ്രഹിച്ച സമയത്ത് ഈശോ വന്നില്ല, രോഗം കൂടിയ സമയത്ത് ഈശോ വന്നില്ല, അവർ തൻ്റെ സഹോദരൻ മരിച്ചപ്പോഴും വന്നില്ല, മറിച്ച് അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരിച്ചടക്കപ്പെട്ട് 4-ാം ദിവസമാണ് ഈശോ വന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങളിലൊന്ന് ഈശോ നിങ്ങളുടെ രോഗത്തിലേക്ക് കടന്നു വന്നില്ലാത്തൊരു വിഷമം ഉണ്ടായിരിക്കാം. എന്നാൽ ഈ പുതുവർഷത്തിൽ ഈശോ ഇതാ വരികയാണ്. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് മറിയോ ഈശോ കരഞ്ഞപ്പോൾ വചനം പറയുന്ന ഈശോയും കരഞ്ഞു. കരഞ്ഞിട്ട് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്, സഹതാപം പ്രകടിപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവരെ കരച്ചിലിൻ്റെ കേന്ദ്രത്തിലേക്ക് പോയി കല്ലറയുടെ ആ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. ചീഞ്ഞു നാറി അല്ലെങ്കിൽ 4-ാം ദിവസമായി ദുർഗന്ധം വമിക്കുന്ന ആ മൃതശരീരത്തെ നോക്കിയിട്ട് സൃഷ്ടാവ് സൃഷ്ടിയോട് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. സൃഷ്ടാവ് സൃഷ്ടിയോട് പറഞ്ഞപ്പോൾ ഇതാ മരിച്ച് ചീഞ്ഞളിഞ്ഞ ലാസർ പുറത്തു വന്നു. ഈ അത്ഭുതം ഈ രാത്രിയിൽ നിന്റെ ശരീരത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ കൂട്ടായ്മയിൽ ഈശോ പ്രവർത്തിക്കുന്നു. നിറകണ്ണുകളോടെ ഒരിക്കൽ കൂടി ഉച്ചത്തിൽ നമുക്ക് പാടാം. സുഖമാക്കണമേ, സുഖമാക്കണേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ, 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 ഈശോയെ സുഖമാക്കണേ, 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 ഈശോയെ സുഖമാക്കണേ. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാധിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും ഈശോയുടെ മുമ്പിൽ മുട്ടുമേൽ നിൽക്കുക, കൈകളൊക്കെ ദേഹത്തോട് ചേർത്ത് പിടിക്കുക. ഈശോ ആരെയെല്ലാം സുഖപ്പെടുത്തിയോ അവരോടെയെല്ലാം യേശു ദൈവരാജ്യം പണിതുയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ വിളിക്കുന്നു ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ. നിനക്കൊരു പുതിയ സൃഷ്ടിയാക്കി ശാരീരിക സൗഖ്യം നൽകി നീ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കാനല്ല, മറിച്ച് ആത്മാക്കളെ തേടി പോകുവാൻ, ആത്മാക്കളെ തേടുവാൻ. ഒരുപക്ഷെ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ കുറിച്ച് ഒത്തിരി ദുഃഖങ്ങൾ, എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിരിക്കാം. ആ കുറവുകളെല്ലാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിഹരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പത്രോസ്ലീഹ യേശുവിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ സാധിച്ചില്ല. എന്നാൽ ആത്മാവ് നിറഞ്ഞപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ യേശുവിനെ പ്രഘോഷിക്കുവാനും യേശുവിനെ സാക്ഷ്യം വഹിക്കുവാനും യേശുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായി. ഈ രാത്രി നിന്നെ ദൈവം ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. സാധിക്കുമെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കാം. യൂദത്ത് സമൂഹത്തിലുണ്ടായ ഒരു തകർച്ചയെ കണ്ടപ്പോൾ, തൻ്റെ പ്രിയപ്പെട്ടവർ തിന്മയ്ക്ക് അടിമപ്പെടാൻ പോകുന്നത് കേട്ടപ്പോൾ അവൾ ആ ദുഃഖം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയല്ല. അതിന് നേതൃത്വത്തെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്, മറിച്ച്
നമ്മൾ ജൂതി 9:1 10:1 വായിക്കുന്നു. അവൾ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ കരഞ്ഞു. നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി നിറകണ്ണുകളോടെ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, യൂദിത ആ സമയത്ത് വിധവയാണ്. ഭർത്താവ് മരിച്ചു. അതിന് മേൽ ഒത്തിരിയേറെ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന സമയത്ത് ദൈവജനത്തിന് വേണ്ടി കരഞ്ഞു. അവളുടെ ദുഃഖം മാറ്റിവെച്ച് ജനത്തിൻ്റെ തകർച്ച സ്വന്തം തകർച്ചയായി അവൾ കണ്ടു. നിറകണ്ണുകളോടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് വിധവയായി ആന്തരിക മുറിവുകളുടെ കൂടാരമായ പെൺകുട്ടിയെ, ആ യുവതിയെ ദൈവം തിരഞ്ഞെടുക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. ആ യുദ്ധത്തിൽ അല്ലെങ്കിൽ അവിടെ നേതൃത്വം പരാജയപ്പെട്ട സ്ഥലത്ത് ആ യുവതിയിലൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കി ഇസ്രായേൽ ജനത്തെ ഉണർത്തിയെടുക്കുന്നു, ദൈവത്തോട് ചേർത്ത് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു ഉണർവ് നിന്നിലേക്ക് പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വീണ്ടും നമ്മൾ വചനം വായിച്ചു, നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. നെഹമ്യ ഉന്നതനായൊരു ജോലി ചെയ്യുകയാണ്, ശ്രേഷ്ഠമായൊരു ജോലി ചെയ്യുന്നു. അപ്പോഴാണ് തന്നെ കാണാൻ വന്നവരെ അദ്ദേഹം ചോദിച്ചു, ജനത്തിനെന്തുണ്ട് വിശേഷം? അപ്പോൾ ജനം കഷ്ടതയിലാണ് തിരിച്ചറിയുന്നു. ജെറുസലേം ദേവാലയത്തിൻ്റെ മതിൽ തകർന്നു കിടക്കും തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ നിലത്തിരുന്ന് കരയാൻ ആരംഭിച്ചു. തൻ്റെ കുടുംബത്തെ ഓർത്തല്ല, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ഓർത്ത്, പൊളിഞ്ഞു കിടക്കുന്ന മതിലിനെ ഓർത്ത്, ജനങ്ങളുടെ കഷ്ടതയെ ഓർത്ത് നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അദ്ദേഹത്തിലൂടെ ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കി ദേവാലയത്തിൻ്റെ മതിൽ പണിതുയർത്തുന്നു, ജനത്തെ കൈപിടിച്ച് ഉയർത്തുന്നു. ഈ രാത്രിയിൽ ദൈവം നിന്റെ സമർപ്പണത്തെ പുതുക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നീ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിന്നെ പൂർണ്ണമായിട്ട് ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ അത് സമർപ്പിക്കുക, നിന്റെ ജീവിതം സമർപ്പിക്കുക. നീ നിലവരെയും സമ്പത്ത് കൊണ്ട് സുവിശേഷ വില ചെയ്ത് ദശാംശം കൊടുത്തു. ഒരുപക്ഷെ ദൈവം നിന്നെ വിളിക്കുന്നു 10% 20% കൊടുക്കുവാൻ. അങ്ങനെ നിന്റെ സമർപ്പണം പുതുക്കുക, സമർപ്പിക്കുക. ദൈവമേത ഒരു പുതിയ ബന്ധക്കോസ്തായിലേക്ക് നമ്മളെ നയിക്കാൻ ആഗ്രഹിക്കുന്നു ഈ പുതുവർഷത്തിൽ. അതിൻ്റെ ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ സാവൂൾ അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ സാമുവേലിന്റെ നിറകളോടുള്ള പ്രാർത്ഥന, നിറകണ്ണുകളോടെ അവൻ പ്രാർത്ഥിച്ചു. അവൻ കോപാകുലനായി. പക്ഷേ അതിന് മേൽ അവൻ പഴിയാറുകയല്ല ചെയ്തത്. ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി, ഒരു പുതിയ അഭിഷേകമുള്ള വ്യക്തികളെ ഉണർത്തുന്നതിന് വേണ്ടി സാമുവേൽ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങൾ ഉയർന്നു നിൽക്കട്ടെ. നിറകണ്ണുകളോടെ സാമുവേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. ആ ദാവീദ് വഴി ഗോലിയാത്തിനെ തകർത്തുകൊണ്ട് ഇസ്രായേൽ ജനം യുദ്ധത്തിൽ വിജയം നേടി. പുതിയൊരു ഉണർവ് ആരംഭിച്ചു. ഈ 2015 ഒരു പുതിയ ഉണർവിൻ്റെ കാലഘട്ടമാണ്. ഒരു പുതിയ അഭിഷേകം ദൈവം തരുന്നു. നിലവിലുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവം ബലപ്പെടുത്തുന്നതോടൊപ്പം പുതിയ ശുശ്രൂഷകൾക്ക്, ദാവീദിന്റെ അഭിഷേകമുള്ള പുത്തൻ ശുശ്രൂഷകൾക്ക് ദൈവം ഈ രാത്രിയിൽ തുടക്കം കുറിക്കുകയാണ്. നീ ഒരുപക്ഷെ നിന്റെ ദേശത്ത് ഏറ്റവും നിസ്സാരപ്പെട്ട വ്യക്തിയായിരിക്കാം, ഭയപ്പെടരുത്. നീ ഒരുപക്ഷെ അല്പം ജോലിക്ക് വേണ്ടി ആയിരിക്കാം വിദേശത്ത് നിന്നിരിക്കുന്നത്. ദൈവം അവിടുന്ന് തന്നെ ഇതാ ദേശത്തിൻ്റെ രക്ഷകനായിട്ട് ദാവീദായിട്ട് ഉയർത്തുന്നു. അനേകരെ നേടുവാൻ 2033 മഹാജൂബിലിക്ക് മുമ്പായി പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്ഷ ലോകം മുഴുവൻ അറിയുവാൻ, 2-ാം വരവനായി തിരുസഭയെ ഒരുക്കുവാൻ, ലോക ജനതയെ ഒരുക്കുവാൻ ഇതാ നിന്നെ ഈ രാത്രിയിൽ കർത്താവ് അഭിഷേകം ചെയ്യുന്നു. എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി 740 കോടി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സഭയുടെ എല്ലാ വാതിലുകളെയും, ഞങ്ങളുടെ എല്ലാ വാതിലുകളെയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പുതിയ അഭിഷേകത്തിനായി തുറന്നിട്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിളിക്കുന്നു. റൂഹ, റൂഹ, റൂഹ. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകരേ, അന്തിനാളമായി നീ ഞങ്ങളിൽ പറ്റി പടരണമേ.
33 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. നിങ്ങൾ എവിടെയാണെങ്കിലും കൈകൾ അടിച്ച് ആത്മാവിന് പുതിയൊരു അഭിഷേകം തിരുസഭയ്ക്ക് ലഭിക്കുവാൻ, തിരുസഭയുടെ എല്ലാ മേഖലകളിലും ഉണർവ് പകരുവാൻ, ദേശം ഉണരുവാൻ, യേശുവേ ഞങ്ങളെ ഉണർത്തണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ 240 കോടി ജനങ്ങളെ യേശുവിനെ അറിയണം. അതിനുവേണ്ടിയാണ് സഭ നമുക്ക് മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലുമുള്ള സകല ജനതകളും യേശുവിനെ അറിയുവാൻ, യേശുവേ ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ, ഞങ്ങളെ അയക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഒരു പുതിയ അഭിഷേകം, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പകരണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ, യേശുവേ, യേശുവേ. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ സർവം നിറയട്ടെ പരിശുദ്ധാത്മാവിൻ വരദാന ഫലങ്ങളിലേവർ ഉണരട്ടെ. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ സർവം നിറയട്ടെ പരിശുദ്ധാത്മാവിൻ വരദാന ഫലങ്ങളിലേവർ ഉണരട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണിചേരുവിൻ, ഏകരക്ഷകനേശുനാഥൻ സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. കർത്താവ് ഈ നാളുകളിൽ വലിയ അഭിഷേകം നമ്മളിലൂടെ പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും പ്രാർത്ഥിക്കുവാൻ, നെഹമ്യ പ്രാർത്ഥിച്ചതുപോലെ, യൂദിത്ത് പ്രാർത്ഥിച്ചതുപോലെ, സാമുവേൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തും, നിങ്ങളിലൂടെ അനേകരെ ഉണർത്തും. പുതിയ ശുശ്രൂഷകൾ, കാലഘട്ടത്തിൽ യോജിച്ച പുതിയ അഭിഷേകമുള്ള പുത്തൻ ശുശ്രൂഷകൾ സഭയിൽ തുടക്കം ആരംഭിക്കും. അതുവഴി ലോക ജനത യേശുവിനെ അറിയും, യേശുവിന് മുന്നിൽ മുട്ടുമടക്കും. അങ്ങനെ യേശു രണ്ടാം വരവ് വേഗം സമാഗതമാകും. ഉണർവോടെ എല്ലാവരും പ്രാർത്ഥനാ വരം പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. അത് സ്വീകരിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ആത്മാക്കൾ തൻ രക്ഷയ്ക്കായി പ്രാർത്ഥനയെന്നും ഉയരട്ടെ. പാപം വെടിഞ്ഞ് പുണ്യത്തിൻ തിരുപാതകളെന്നും ഉണരട്ടെ. ആത്മാക്കൾ തൻ രക്ഷ
33 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ. പാടാം മഹാജൂബിലി, പാടാം മഹാജൂബിലി, പാടാം മഹാജൂബിലി. കൈകൾക്ക് ദേഹത്തോട് ചേർത്ത് പിടിച്ച് ദിവികാരനാഥനെ ഒരു മിനിറ്റ് നോക്കാം. ഈശോ ചോദിക്കുന്നു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും ഈ പുതുവർഷത്തിൽ? വീണ്ടും ഈശോ പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ആ ദാഹം സാധാരണ വെള്ളത്തിന് വേണ്ടിയായിരുന്നില്ല, ആത്മാക്കൾക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷത്തിൽ നമുക്ക് വേണ്ടി ഈശോ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഈശോ ചോദിക്കുന്നു, എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്യും? ഇവിടെ തീരുമാനങ്ങളെല്ലാം ഈശോട് പറയാം. കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, ഇന്നലെ വരെ 1 മണിക്കൂർ പ്രാർത്ഥിച്ചെങ്കിൽ അരമണിക്കൂർ കൂടെ പ്രാർത്ഥിക്കുക. ആ അരമണിക്കൂർ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വചനം വായിക്കുക. ഇനി വചനം വായിക്കുന്ന നിനക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കാൻ ആവശ്യമായ വചനങ്ങൾ പഠിക്കുവാൻ തീരുമാനമെടുക്കാം. ജപമാല കൂടുതൽ ചൊല്ലുവാൻ. ഇന്നലെ വരെ നിനക്ക് വേണ്ടി മാത്രമാണ് ചൊല്ലിയെങ്കിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ലോക സുവിശേഷത്തിന് വേണ്ടി ഒരു ജപമാല ചൊല്ലുവാൻ തീരുമാനം പറയാം. അതോടൊപ്പം ഇന്നലെ വരെ, കഴിഞ്ഞ വർഷം വരെ നീ നിന്റെ സമ്പത്ത് കൊണ്ട്, ദശാംശം കൊണ്ട് സുവിശേഷമല്ല ചെയ്തെങ്കിൽ ഈ വർഷം മുതൽ 10% 20% കൊടുത്ത് ആത്മാക്കളെ നേടുവാൻ അങ്ങനെ തീരുമാനമെടുക്കാം. നിന്റെ ബന്ധങ്ങളെല്ലാം പുതുതാക്കപ്പെടുക, നിന്റെ ജോലി സ്ഥലത്തെല്ലാം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ സന്ദേശം വഹിക്കുന്ന വ്യക്തിയായി സഭയെ പണിതുയർത്തുക. ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് സഹായം സ്വീകരിച്ച് അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുക. ആ കൃപയുടെ അഭിഷേകം ഈ നിങ്ങളെവിടെയാണെങ്കിലും ഇപ്പോൾ മുട്ടുമേ നിൽക്കുക. ഈശോ ആശീർവദിക്കുമ്പോൾ നിൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും മാത്രമല്ല, നിന്നിലൂടെ യേശു നേടാൻ പോകുന്ന ആത്മാക്കളെ കാണുക. നിൻ്റെ ജോലി സ്ഥലത്ത്, നീ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നിലൂടെ നേടാൻ പോകുന്ന ആത്മാക്കൾ, അവരെയും വിശ്വാസത്തിൽ കാണുക. കാരണം സ്വർഗം ആഗ്രഹിക്കുന്നു സുവിശേഷ വേല ചെയ്യണമെന്ന്. നമ്മൾ വായിച്ചു, ജനതകൾ ആഗ്രഹിക്കുന്നു. പൗലോസ്ലീഹായ്ക്ക് സ്വപ്നത്തെ കൊടുത്തിട്ട് അങ്ങോട്ട് വരാൻ പറയുന്നു. നരകത്തിൽ പീഡനം അനുഭവിക്കുന്ന ആത്മാക്കളും നിലവിളിക്കുന്നു, ഞങ്ങൾക്ക് ഈ അവസ്ഥ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വരരുത്. അബ്രഹാമേ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിലേക്ക് നീ അയക്കുക. പ്രിയപ്പെട്ടവരെ, അതിനെല്ലാം നമുക്ക് പ്രത്യുത്തരം കൊടുക്കാം. ദൈവമേ, എന്നെ എടുത്തുപയോഗിക്കണമേ. യേശുവേ, എന്നെ എടുത്തുപയോഗിക്കണമേ. അതിന് തടസ്സമായിട്ട് എല്ലാ മേഖലകളെ സമർപ്പിക്കാം. ഒരുപക്ഷെ നിൻ്റെ രോഗം, നിൻ്റെ ദുഃഖം, കടഭാരം, അല്ലെങ്കിൽ മറ്റു ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ നിനക്ക് തടസ്സമായി തോന്നുന്നുണ്ടായിരിക്കാം. പേടിക്കരുത്. ഈ ആശീർവാദ സമയത്ത് ആ തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി എല്ലാ ദുഃഖങ്ങളെയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ എടുത്തുപയോഗിക്കും. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. എല്ലാ സ്വപ്നങ്ങളെയും യേശുവിന് സമർപ്പിക്കാം. ഇതാ ദാവീദിനെ ഉണർത്തിയതുപോലെ ദൈവം ഇതാ പുതിയ അഭിഷേകം തന്നെ ഉയർത്തുന്നു.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.